ദീപാവലിക്ക് നടക്കും. അടുത്ത ദീപാവലിക്ക് വാളെടുക്കുമോ? വർഷങ്ങളുടെ പഴക്കമുണ്ട് കോഴിക്കോട് ഹിന്ദുസ്ഥാൻ കളരി സംഘത്തിന്. രാധികാ ഗുരുക്കളുടെ നേതൃത്വത്തിൽ എത്രയോ പേർ കളരി അഭ്യസിച്ചു. UKGയിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇവിടെ കളരി അഭ്യസിക്കാൻ എത്തുന്നുമുണ്ട്. പുതിയ തലമുറ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ആരോഗ്യത്തിനെ കുറിച്ചിട്ട് ബോധവാന്മാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരോഗ്യ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട 2 ശാസ്ത്ര ശാഖകളാണ്. ഒന്ന് ആയുർവേദവും അതേപോലെ തന്നെ കളരിപ്പയറ്റും. അപ്പോൾ ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ ദിനചര്യയിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് വ്യായാമത്തിനാണ്. അത് തന്നെയാണ് നമ്മുടെ കളരിയിലും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികൾ കൂടുതലായിട്ടും കളരിയിൽ വന്നു തുടങ്ങുന്നുണ്ട്. പുതിയ തലമുറയെ കളരി ആകർഷിക്കുന്നുണ്ട്. സിനിമയുടെ സ്വാധീനം അതിൽ പ്രധാനപ്പെട്ടതാണത്രേ. കൂടുതൽ ഇത് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നത് സിനിമകളും അല്ലെങ്കിൽ ഗെയിംസിലൊക്കെ കുറേ കളരിയായിട്ട് ബന്ധപ്പെട്ട ഗെയിംസൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഇവരെ പ്രേരിപ്പിക്കുന്നുണ്ടാവും കളരി പഠിക്കാൻ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർ നമുക്കും അതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരുന്ന കുറേ കുട്ടികളുണ്ട്. നമുക്ക് ചാടാൻ പറ്റും, അറിയാൻ പറ്റും, അല്ലെങ്കിൽ വാളെടുത്ത് പയറ്റാം, അതൊക്കെയാണ് അവരുദ്ദേശിക്കുന്നത്. സ്കൂൾ കായികമേളകളിലും കളരിയുടെ പ്രാധാന്യം കൂടി വരികയാണ്. ശരിക്കും ഒരു തരത്തിൽ അത് നല്ലതാണ് സ്കൂളുകളിൽ ഉൾപ്പെടുത്തുന്നത്. കാരണം കുറച്ചുകൂടി ആളുകളിലേക്ക് ഇത് എത്തിപ്പെടുകയാണ്. അറ്റ്ലീസ്റ്റ് ഒരു കോമ്പറ്റീഷൻ എന്ന പേരിലെങ്കിലും ആൾക്കാർക്ക് അറിയാണ് കളരിപ്പയറ്റ് എന്താന്നുള്ളത്. രാവിലെ എണീക്കോ? അമ്മ മടിയുണ്ടോ? ചമ്പേനെ പഠിച്ചു, പിന്നെ ഇത് പഠിച്ചു, ഇതൊക്കെ പഠിക്കും. അടുത്ത ദീപാവലിക്ക് നടക്കും. അടുത്ത ദീപാവലിക്ക് വാളെടുക്കുമോ? സിനിമകളിൽ കാണുന്ന അഭ്യാസ പ്രകടനങ്ങളോ താരപരിവേഷമോ മാത്രമല്ല, പുതിയ ജീവിതശൈലികളിൽ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി തുടങ്ങുന്നിടത്ത് നിന്ന് പലരും കളരിയിലെത്തുന്നുണ്ട്. അവർക്കൊക്കെ വലിയ മാറ്റങ്ങളുമുണ്ട്.